ഒരു മതത്തിന്റെ ഉള്ളിൽ തന്നെ എത്രയെത്ര വിഭജനങ്ങൾ. ഹിന്ദുവിന്റെ ഉള്ളിൽ ബ്രാഹ്മണനും ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും. ഒരു ക്ഷേത്രത്തിൽ ഒരു വിഭാഗത്തിന് പ്രവേശനമുണ്ട്, മറ്റൊരാൾക്കില്ല. മുസ്ലിമിന്റെ ഉള്ളിൽ ഷിയയും സുന്നിയും, അഹമ്മദിയും വഹാബിയും. ഒരു പള്ളിയിൽ ഒരു വിഭാഗം പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾ നിന്റെ വിശ്വാസം തെറ്റാണ് എന്ന് പറഞ്ഞ് വെളിയിൽ നിൽക്കുന്നു. നിങ്ങളൊരു രോഗിയാണ്, ഞാനും ഒരു രോഗിയാണ്, നമ്മളെല്ലാം രോഗികളാണ്. പക്ഷേ ഒരു വലിയ രോഗിയാവാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ രോഗത്തിന് ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ഹൃദയത്തിൻ്റെ ശക്തിയാണ്. ആ മരുന്ന് നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ മതം, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഗ്രന്ഥം അവയെല്ലാം നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാകാം. പക്ഷേ നിന്റെ മനുഷ്യത്വം അതിനെ നയിക്കണം. നിന്റെ സ്നേഹം അതിനെ നിർവചിക്കണം. നിന്റെ കരുണ അതിനെ പുനർനിർമ്മിക്കണം. നമുക്ക് ചുറ്റും നമ്മുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും പടർന്ന ഒരു രോഗം, അതിൻ്റെ പേര് മതം. അതെ, മതം ഒരു രോഗമാണ്. നമ്മെ ഒന്നിപ്പിക്കാൻ വേണ്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു ആശയം. പക്ഷെ നമ്മളെ വിഭജിക്കാനും പരസ്പരം തമ്മിലടിക്കാനും ഒരിക്കലും മനസ്സിലാകാത്ത ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് രക്തം ചീന്താനും നമ്മെ പ്രേരിപ്പിച്ച ഒരു രോഗം. നമ്മൾ ഈ ഭൂമിയിലെ മനുഷ്യർ എല്ലാവരും ഈ രോഗത്തിൻ്റെ ഇരകളാണ്. ഈ വീഡിയോയിൽ നമുക്ക് ഈ രോഗത്തെ നേരിട്ട് പരിശോധിക്കാം. അതിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ വ്യാപനം, അതിൻ്റെ വിനാശകരമായ ഫലങ്ങൾ ഒന്നും മറച്ചു വെക്കാതെ, ഒരു മിനുക്കലുകളുമില്ലാതെ നഗ്നമായ സത്യം നമുക്ക് തുറന്നു നോക്കാം. നിങ്ങളൊരു ഹിന്ദുവാണോ, അതോ മുസ്ലിമോ, ക്രിസ്ത്യാനിയോ, ജൈനനോ, ബുദ്ധനോ, അതോ ഇതിൽപ്പെടാത്ത ഏതെങ്കിലും ഒന്നോ? ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഐഡൻറ്റിറ്റിയെ അതിലേക്ക് ചുരുക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഈ ഐഡൻറ്റിറ്റിയാണ് പ്രധാനമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലേബലുകൾ ആരാണ് നിങ്ങൾക്ക് തന്നത്? നിങ്ങളുടെ ജനനത്തിനു മുമ്പേ നിങ്ങളുടെ ഇഷ്ടമോ അനിഷ്ടമോ അറിയാതെ ആരോ നിങ്ങളുടെ നെറ്റിയിൽ പതിപ്പിച്ച ഒരു മുദ്ര. നീ ഇതാണ് എന്ന് അവർ പറഞ്ഞു. നിന്റെ ദൈവം ഇതാണ്, നിന്റെ വഴി ഇതാണ്, നിന്റെ ശത്രു അവനാണ്. ഇതാണ് മതത്തിൻ്റെ, ഈ രോഗത്തിൻ്റെ ആദ്യത്തെ ലക്ഷണം. നിന്നിൽ നിന്ന് വേർതിരിക്കുക, നിന്റെ മനുഷ്യത്വത്തെ ഒരു ചട്ടക്കൂടിനുള്ളിൽ തളച്ചിടുക. നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാം. മതം നമ്മെ ഒന്നിപ്പിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഗ്രന്ഥം, ഞങ്ങളുടെ ആചാരങ്ങൾ ഇതെല്ലാം നമ്മെ ഒരു കുടുംബമാക്കുന്നു. പക്ഷേ ഈ കുടുംബത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണ്? ഒരു മതത്തിൻ്റെ ഉള്ളിൽ തന്നെ എത്രയെത്ര വിഭജനങ്ങൾ. ഹിന്ദുവിൻ്റെ ഉള്ളിൽ ബ്രാഹ്മണനും ശൂദ്രനും ക്ഷത്രിയനും വൈശ്യനും. ഒരു ക്ഷേത്രത്തിൽ ഒരു വിഭാഗത്തിന് പ്രവേശനമുണ്ട്, മറ്റൊരാൾക്കില്ല. മുസ്ലിമിൻ്റെ ഉള്ളിൽ ഷിയയും സുന്നിയും, അഹമ്മദിയും വഹാബിയും. ഒരു പള്ളിയിൽ ഒരു വിഭാഗം പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരാൾ നിന്റെ വിശ്വാസം തെറ്റാണ് എന്ന് പറഞ്ഞ് വെളിയിൽ നിൽക്കുന്നു. ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ കത്തോലിക്കനും ഓർത്തഡോക്സും പെന്തക്കോസും. ഒരു പള്ളിയിൽ ഒരു വിശ്വാസി മറ്റൊരാളെ നിന്റെ ബൈബിൾ വ്യാഖ്യാനം ശരിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഇതാണോ ഒന്നിപ്പിക്കൽ? ഇതാണോ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മതം? ഒരു കഥ പറയാം. ഒരു ഗ്രാമത്തിൽ രണ്ട് കുടുംബങ്ങൾ. ഒരേ ദൈവത്തെ, ഒരേ ഗ്രന്ഥത്തെ, ഒരേ മതത്തെ അവർ ആരാധിക്കുന്നു. പക്ഷേ ഒരു കുടുംബം പറയുന്നു ഞങ്ങളുടെ വഴി മാത്രമാണ് ശരി. മറ്റേ കുടുംബം പറയുന്നു നിന്റെ വഴി തെറ്റാണ്, നിന്റെ വിശ്വാസം അപൂർണമാണ്. ഒരു ചെറിയ തർക്കം, ഒരു ചെറിയ വാക്ക്, പിന്നെ അത് വളർന്നു കലാപമായി രക്തച്ചൊരിച്ചിലായി. ഒരേ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഒരേ ഗ്രന്ഥത്തിലെ വാക്കുകൾ ഉരുവിട്ട് അവർ പരസ്പരം കൊല്ലുന്നു. ഇതാണ് മതത്തിൻ്റെ യഥാർത്ഥ മുഖം. ഒന്നിപ്പിക്കാൻ വേണ്ടി ജനിച്ച ഒരു ആശയം എങ്ങനെയാണ് വിഭജനത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ, യുദ്ധത്തിൻ്റെ ഒരു ഉപകരണമായി മാറുന്നത്? നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മതം അങ്ങനെയല്ല, എൻ്റെ മതം സ്നേഹത്തിൻ്റെ വഴിയാണ്. ശരി, നിങ്ങളുടെ മതത്തിൻ്റെ ഗ്രന്ഥം ഒന്ന് തുറന്നു നോക്കൂ. അതിൽ സ്നേഹത്തിൻ്റെ വാക്കുകളുണ്ട്, അല്ലേ? സാഹോദര്യത്തിൻ്റെ, ശാന്തിയുടെ, കരുണയുടെ വാക്കുകൾ. പക്ഷേ അതേ ഗ്രന്ഥത്തിൽ മറ്റൊരു വിഭാഗത്തെ, മറ്റൊരു വിശ്വാസത്തെ, മറ്റൊരു ജനതയെ ശപിക്കുന്ന വാക്കുകളുമുണ്ട്. അവനെ വിശ്വസിക്കരുത്, അവൻ തെറ്റാണ്, അവൻ്റെ വഴി നരകത്തിലേക്കാണ്, നിന്റെ ദൈവം ശരിയാണ്, അവൻ്റെ ദൈവം വ്യാജമാണ്. ഈ വാക്കുകൾ, ഈ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷം കുത്തിവെക്കുന്നു. നിൻ്റേത് ശരി, അവൻ്റേത് തെറ്റ്. ഇതാണ് മതത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷണം. നിന്റെ മനസ്സിനെ വിഭജിക്കുക, നിന്റെ സഹജീവിയെ ശത്രുവാക്കുക. ചരിത്രം തുറന്നു നോക്കൂ. എത്ര യുദ്ധങ്ങൾ, എത്രയെത്ര കലാപങ്ങൾ, എത്രയെത്ര കൂട്ടക്കൊലകൾ. എല്ലാം ദൈവത്തിൻ്റെ പേര് പറഞ്ഞു. ക്രൂസൈഡുകൾ, ജിഹാദുകൾ, മതനിന്ദ ആരോപിച്ചുള്ള കൊലപാതകങ്ങൾ, ക്ഷേത്രങ്ങൾ തകർക്കലുകൾ, പള്ളികൾ കത്തിക്കലുകൾ. ഇന്ത്യയിലെ 1947 വിഭജനം. ഒരേ മണ്ണിൽ ജനിച്ചവർ, ഒരേ ഭാഷ സംസാരിച്ചവർ, പക്ഷേ ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞ് അവർ പരസ്പരം കഴുത്തറുത്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു, കോടിക്കണക്കിന് സ്വപ്നങ്ങൾ ചിതറി. ഇന്നും ഈ നിമിഷവും ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നുണ്ട്, ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ്. ഇതാണ് മതത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണം. നിന്റെ കൈകളിൽ രക്തം പുരട്ടുക, നിന്റെ ഹൃദയത്തെ കല്ലാക്കുക. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഇപ്പോഴും പ്രതിരോധിക്കുന്നുണ്ടാകാം. ഇതൊക്കെ മനുഷ്യൻ്റെ തെറ്റാണ്, മതത്തിൻ്റെ തെറ്റല്ല. ശരി, നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഒരു മതം എന്താണ്? ഒരു ഗ്രന്ഥം, ഒരു ദൈവം, ഒരു കൂട്ടം ആചാരങ്ങൾ, ഒരു കൂട്ടം വിശ്വാസങ്ങൾ. പക്ഷെ ആ ഗ്രന്ഥം ആര് എഴുതി? ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ആ ആചാരങ്ങൾ ആര് തീരുമാനിച്ചു? മനുഷ്യൻ. അതെ, മനുഷ്യൻ തന്നെ. ദൈവമെന്ന ആശയം, മതമെന്ന സങ്കല്പം എല്ലാം മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് ജനിച്ചത്. പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരുന്നില്ല. അധികാരത്തിൻ്റെ, നിയന്ത്രണത്തിൻ്റെ, ആധിപത്യത്തിൻ്റെ വിഷം അതിൽ കലർന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഹിന്ദുമതത്തിൽ വർണ്ണവ്യവസ്ഥ ഒരു മനുഷ്യനെ അവൻ്റെ ജനനം കൊണ്ട് ഒരു വിഭാഗത്തിൻ്റെ അടിമയാക്കുന്ന ഒരു സംവിധാനം. ബ്രാഹ്മണന് അധികാരം, ശൂദ്രന് അടിമത്വം. അതിൻ്റെ പിന്നിൽ ഒരു ഗ്രന്ഥം, മനുസ്മൃതി.
ഇത് ദൈവത്തിൻ്റെ വാക്കാണ് അവർ പറഞ്ഞു. പക്ഷേ ആ ഗ്രന്ഥം എഴുതിയത് ഒരു മനുഷ്യനാണ്. ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു അധികാരവർഗത്തിൻ്റെ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഗ്രന്ഥം ഒരു വിഭാഗത്തെ ഉയർത്തി മറ്റൊരു വിഭാഗത്തെ താഴ്ത്തി. ഇതാണ് മതത്തിൻ്റെ 4ാമത്തെ ലക്ഷണം. നിന്റെ മനുഷ്യത്വത്തെ അടിച്ചമർത്തുക, നിന്റെ സ്വാതന്ത്ര്യത്തെ തകർക്കുക. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ പഴയ കാലത്തിൻ്റെ കഥകൾ. ഇന്ന് മതം മാറിയിരിക്കുന്നു. ശരി, നമുക്ക് ഇന്നത്തെ ലോകത്തേക്ക് നോക്കാം. ഇന്നും ഒരു മതത്തിൻ്റെ ഉള്ളിൽ വിവേചനങ്ങൾ നിലനിൽക്കുന്നു. മുസ്ലിം സ്ത്രീകൾ പല രാജ്യങ്ങളിലും അവരുടെ വസ്ത്രത്തിൻ്റെ, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ പേര് പറഞ്ഞ് അടിച്ചമർത്തപ്പെടുന്നു. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അവർ പറയുന്നു. ക്രിസ്ത്യൻ സഭകളിൽ സ്വർഗപ്രേമികൾ നിന്റെ സ്നേഹം പാപമാണ് എന്ന് പറഞ്ഞ് പിന്തള്ളപ്പെടുന്നു. ഹിന്ദു ഗ്രാമങ്ങളിൽ ഒരു വിഭാഗം നിന്റെ ജാതി താഴ്ന്നതാണ് എന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൻ്റെ വാതിലുകളിൽ നിന്ന് തിരിച്ചേക്കപ്പെടുന്നു. ഇതാണ് നിങ്ങളുടെ മതത്തിൻ്റെ 5ാമത്തെ ലക്ഷണം. നിന്റെ സമത്വത്തെ നിഷേധിക്കുക, നിന്റെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുക. ഒരു ചോദ്യം: ഒരു ദൈവം യഥാർത്ഥമായി ഉണ്ടെങ്കിൽ അവന് എന്തിനാണ് ഈ വിഭജനങ്ങൾ? എന്തിനാണ് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനേക്കാൾ ഉയർത്തേണ്ടത്? എന്തിനാണ് ഒരു വിശ്വാസത്തെ മറ്റൊരു വിശ്വാസത്തേക്കാൾ ശരിയെന്ന് പറയേണ്ടത്? ഒരു ദൈവം സ്നേഹത്തിൻ്റെ, കരുണയുടെ, ശാന്തിയുടെ പ്രതീകമാണെങ്കിൽ എന്തിനാണ് അവൻ്റെ പേര് പറഞ്ഞ് യുദ്ധങ്ങൾ, വിദ്വേഷങ്ങൾ, വിഭജനങ്ങൾ? ഈ ചോദ്യങ്ങൾ, ഈ സംശയങ്ങൾ മതത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം വീശുന്നു. അവിടെ നിനക്ക് കാണാം ഒരു മനുഷ്യൻ്റെ സൃഷ്ടി, മനുഷ്യൻ്റെ താല്പര്യങ്ങൾ, മനുഷ്യൻ്റെ അധികാരം, ഇവയെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നത്. ഇപ്പോഴും മനസ്സിൻ്റെ കൊണ്ടിൽ നിങ്ങൾ കരുതുന്നുണ്ടാവും, എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം, എൻ്റെ മതം, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. ശരി, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടേതാണ്. പക്ഷേ ആ വിശ്വാസം നിൻ്റെ സഹജീവിയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ സമൂഹത്തെ വിഭജിക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ മനുഷ്യത്വത്തെ തകർക്കുന്നുണ്ടെങ്കിൽ അതൊരു വിശ്വാസമല്ല, അതൊരു രോഗമാണ്. നമ്മൾ ഈ ഭൂമിയിലെ മനുഷ്യർ ഈ രോഗത്തിൻ്റെ അടിമകളാണ്. നമ്മുടെ മനസ്സുകൾ, നമ്മുടെ ഹൃദയങ്ങൾ ഈ രോഗത്താൽ മലിനമായിരിക്കുന്നു. ഒരു കഥ കൂടി പറയാം. ഒരു കുട്ടി, അവൻ്റെ പേര് അനന്തു. അവന് 5 വയസ്സ്. അവൻ്റെ സുഹൃത്ത് മുഹമ്മദ്. അവർ ഒരുമിച്ച് കളിക്കുന്നു, ചിരിക്കുന്നു, ഒരേ മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്നു. ഒരു ദിവസം അനന്തുവിൻ്റെ അച്ഛൻ പറയുന്നു, നീ മുഹമ്മദിനോട് കൂട്ടുകൂടരുത്, അവൻ മറ്റൊരു മതക്കാരനാണ്. മുഹമ്മദിൻ്റെ അച്ഛൻ പറയുന്നു, നീ അനന്തുവിനോട് കൂടെ കളിക്കരുത്, അവൻ്റെ ദൈവം നിൻ്റേതല്ല. ആ കുഞ്ഞു മനസ്സുകളിൽ, ആ നിഷ്കളങ്കമായ സൗഹൃദത്തിൽ ഒരു വിഷം കുത്തിവെക്കപ്പെടുന്നു. നിൻ്റേത് ശരി, അവൻ്റേത് തെറ്റ്. ആ കുട്ടികൾ, ആ സുഹൃത്തുക്കൾ പിന്നീട് ഒരിക്കലും ഒരുമിച്ച് കളിച്ചില്ല. അവരുടെ ഹൃദയങ്ങളിൽ ഒരു വേലി ഉയർന്നു. ഇതാണ് മതത്തിൻ്റെ 6ാമത്തെ ലക്ഷണം. നിന്റെ സ്നേഹത്തെ കൊല്ലുക, നിന്റെ സൗഹൃദത്തെ നശിപ്പിക്കുക. ഒരു പരിഹാരത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മതമില്ലാതെ നമുക്കെങ്ങനെ ജീവിക്കാനാകും? ശരി, ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ. മതമില്ലാതെ നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും? നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ കർമ്മങ്ങൾ, അവയെല്ലാം നിങ്ങളുടേത് മാത്രമായിരിക്കും. ഒരു ഗ്രന്ഥത്തിൻ്റെ, ഒരു ദൈവത്തിൻ്റെ, ഒരു ആചാരത്തിൻ്റെ അടിമയല്ലാതെ നിങ്ങൾ നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ യജമാനായിരിക്കും. നിങ്ങളുടെ സഹജീവിയെ, നിങ്ങളുടെ അയൽക്കാരനെ, നിങ്ങളുടെ സുഹൃത്തിനെ ഒരു മതത്തിൻ്റെ ലേബൽ കൊണ്ടല്ല, ഒരു മനുഷ്യനായി നിങ്ങൾ കാണും. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുണ, ഇവയെല്ലാം ഒരു ഗ്രന്ഥത്തിൻ്റെ വാക്കുകളല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനങ്ങളായിരിക്കും. ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു പ്രളയം വന്നു, ഒരു ഗ്രാമത്തെ മുഴുവൻ വിഴുങ്ങി. വെള്ളത്തിൽ മനുഷ്യർ പിടയുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ പണയം വെച്ച് മറ്റു മനുഷ്യനെ രക്ഷിക്കുന്നു. അവൻ ചോദിക്കുന്നില്ല നിൻ്റെ മതം ഏതാണെന്ന്, അവൻ ചോദിക്കുന്നില്ല നിൻ്റെ ദൈവം ആരാണെന്ന്. അവൻ്റെ ഹൃദയം, അവൻ്റെ മനുഷ്യത്വം അവനെ പ്രേരിപ്പിക്കുന്നു. ആ നിമിഷം മതമില്ല, ദൈവമില്ല, ഗ്രന്ഥമില്ല, ഉള്ളത് ഒരു മനുഷ്യൻ്റെ സ്നേഹം, ഒരു മനുഷ്യൻ്റെ കരുണ, ഒരു മനുഷ്യൻ്റെ ധൈര്യം. ഇതാണ് നിൻ്റെ യഥാർത്ഥ സ്വഭാവം, ഇതാണ് നിൻ്റെ യഥാർത്ഥ ദൈവം, നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ആഴത്തിനുള്ളിൽ. ഞാൻ പറയുന്നില്ല നിങ്ങളുടെ വിശ്വാസം തള്ളിക്കളയണമെന്ന്. പക്ഷേ ആ വിശ്വാസം നിൻ്റെ മനുഷ്യത്വത്തിന് മുകളിൽ നിൽക്കരുത്. ആ വിശ്വാസം നിൻ്റെ സഹജീവിയെ വിഭജിക്കരുത്. ആ വിശ്വാസം നിൻ്റെ ഹൃദയത്തെ കല്ലാക്കരുത്. നിൻ്റെ മതം, നിൻ്റെ ദൈവം, നിൻ്റെ ഗ്രന്ഥം, അവയെല്ലാം നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാകാം. പക്ഷേ അവ നിൻ്റെ മനുഷ്യത്വത്തെ നശിപ്പിക്കരുത്. ഇന്ന് ഒരു മനുഷ്യനെ അവൻ്റെ മതത്തിൻ്റെ ലേബൽ കൊണ്ടല്ലാതെ അവൻ്റെ ഹൃദയം കൊണ്ട് നോക്കുക. ഒരു സുഹൃത്തിനെ അവൻ്റെ ദൈവത്തിൻ്റെ പേരിലല്ലാതെ സ്നേഹം കൊണ്ട് സ്വീകരിക്കുക. ഒരു നിമിഷം നിൻ്റെ മതത്തിൻ്റെ ചട്ടക്കൂടിന് പുറത്തു നിന്ന് ഈ ലോകത്തെ, ഈ മനുഷ്യരെ, ഈ ജീവിതത്തെ നോക്കുക. നിനക്ക് കാണാം ലോകം, ഒരു മനുഷ്യകുലം, ഒരു ഹൃദയം. ഇതാണ് നിൻ്റെ യഥാർത്ഥ വിശ്വാസം, ഇതാണ് നിൻ്റെ യഥാർത്ഥ ദൈവം, ഇതാണ് നിൻ്റെ യഥാർത്ഥ മതം. നിങ്ങളൊരു രോഗിയാണ്, ഞാനും ഒരു രോഗിയാണ്, നമ്മളെല്ലാം രോഗികളാണ്. പക്ഷേ ഒരു വലിയ രോഗിയാവാതിരിക്കാൻ ശ്രമിക്കാം. പക്ഷേ ഈ രോഗത്തിന് ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ഹൃദയത്തിൻ്റെ ശക്തിയാണ്. ആ മരുന്ന് നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ കർമ്മങ്ങൾ, അവയെല്ലാം ഈ രോഗത്തെ മറികടക്കാനുള്ള ശക്തിയാണ്. നിങ്ങളുടെ മതം, നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ഗ്രന്ഥം, അവയെല്ലാം നിങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു ഭാഗമാകാം. പക്ഷേ നിൻ്റെ മനുഷ്യത്വം അതിനെ നയിക്കണം. നിൻ്റെ സ്നേഹം അതിനെ നിർവചിക്കണം. നിൻ്റെ കരുണ അതിനെ പുനർനിർമ്മിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.